നമുക്കിന്ന് മഴക്കാലത്തെല്ലാം കുടിക്കാൻ പറ്റിയ പ്രോൺസ് സൂപ്പ് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് പ്രോൺസ് വെച്ച് സൂപ്പ് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ: പ്രോൺസ് ചെറിയ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി ഞാൻ കട്ട് ചെയ്തതാണ്. പിന്നെ സവാള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, തക്കാളി, പിന്നെ ക്യാരറ്റും ക്യാബേജൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. പിന്നെ ബട്ടർ എടുത്തിട്ടുണ്ട്, കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്, ഒരു മുട്ടയും ഒരു ഹാഫ് ലെമണും. അപ്പം നമുക്ക് ഞാൻ ബട്ടറിലാണ് ഉണ്ടാക്കണം. ബട്ടർ ഒന്ന് മെൽറ്റായി കഴിഞ്ഞിട്ട് നമുക്ക് ഈ സവാള, പച്ചമുളക്, ഇഞ്ചി, തക്കാളി ഒക്കെ ഒന്ന് വഴറ്റാം. ഞാനപ്പോൾ ചട്ടിയിലേക്ക് ഒരു ബട്ടർ ഇട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് സവാളയും പച്ചമുളകും തക്കാളിയും ഒക്കെ ഇടാം. ഇതിലേക്ക് നമുക്ക് ഉപ്പ് ആഡ് ചെയ്യാം. ഇതിപ്പോൾ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട് ഈ സവാളയും തക്കാളിയും ഓക്കെ. പിന്നെ നമുക്കിനി ഇതിലേക്ക് പ്രോൺസ് ആഡ് ചെയ്യാം. ഇപ്പോൾ പ്രോൺസ് എല്ലാം ഒന്ന് ഇതിൻ്റെ അകത്ത് കിടന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു 4 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നല്ലപോലെ തിളച്ച് വന്നിട്ട് നമുക്കിതിലേക്ക് ഇനി കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്യാം. കുരുമുളകൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനും എരിവിനും ഒക്കെ അനുസരിച്ച് ഇടാം. ഇതിലേക്ക് ഇനി നമുക്ക് കോൺഫ്ലോർ മിക്സ് ചെയ്തതും കൂടെ ഒഴിക്കാം. അതും ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് തിക്നെസ് എത്ര വേണമെന്ന് നോക്കി അതിനനുസരിച്ച് ഒഴിക്കാം. പ്രോൺ സൂപ്പ് നമുക്ക് ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ മഴ സമയത്തൊക്കെ നമുക്ക് ഒരു സൂപ്പ് കുടിക്കുന്നതൊക്കെ നല്ലതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്യണം. നമുക്കിനി ഇതിലേക്ക് ഒരു ഹാഫ് ലെമൺ പിഴിഞ്ഞൊഴിക്കാം. അപ്പോൾ ഒരു ചെറിയ പുളിയും ഒക്കെ കിട്ടും. അത് ഇഷ്ടമുണ്ടെങ്കിൽ മതി, ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒഴിക്കാം, അല്ലെങ്കിൽ വേണ്ട. നമുക്കിനി ഇതിലേക്ക് എഗ്ഗ് ആഡ് ചെയ്യാം. ഇതിപ്പോൾ നല്ലപോലെ തിളച്ചിട്ടുണ്ട്. പ്രോൺസ് ആയതുകൊണ്ട് ഇത് പ്രോൺസ് എല്ലാം വേഗം വേവും. അപ്പം ഇനി നമുക്ക് ഇതിലേക്ക് എഗ്ഗ് ആഡ് ചെയ്യാം. കുറച്ച് ഒഴിച്ച് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. അപ്പോൾ അതിങ്ങനെ സ്ക്രാമ്പിൾ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇതുപോലെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ പ്രോൺ സൂപ്പ് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. കുട്ടികൾക്കെല്ലാം റെസ്റ്റോറൻറ്റിൽ പോയാൽ സൂപ്പ് കുടിക്കാൻ നല്ല ഇഷ്ടമായിരിക്കുമല്ലോ. അപ്പോൾ നമുക്കത് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാം. നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ സൂപ്പ് ഇവിടെ ബൗളിൽ ഒഴിച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യുക. ഓക്കെ, ബൈ.